മാജിക്കോ വിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിത് ഇന്നിപ്പോൾ ഒരു പുതിയൊരു വർക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആ വർക്ക് ചെയ്യുന്നതിൻ്റെ ഫുൾ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഈ വീടിൻ്റെ നമ്മളിത് പോളിഷിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ജനല കാര്യങ്ങളെല്ലാം നമ്മൾ MRFൻ്റെ വുഡ് കോട്ട് PU വുഡ് ഫിനിഷ് വെച്ചാണ് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ ഈ വീട് മെയിൻ്റെനൻസ് ചെയ്തിട്ട് ഒരു 7-8 വർഷമായിട്ടുണ്ട്. ഇതിന് ഡോറ കാര്യങ്ങളെല്ലാം നമുക്ക് MRFൻ്റെ വുഡ് കോട്ട് വെച്ചിട്ട് ഫിനിഷ് ചെയ്യാനുള്ളതാണ്. ജനല കാര്യങ്ങളെല്ലാം ഒരുപാട് നാളായി ചെയ്തിട്ട്. അപ്പോൾ അതേ നമ്മുടെ പോളിഷിങ് കാര്യങ്ങളെല്ലാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം പേപ്പർ പിടിച്ച് ഇതെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് വേണം നമുക്ക് MRFൻ്റെ പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡീപ്പായിട്ട് നമ്മൾ ഇതൊന്ന് പോളിഷ് ചെയ്തെടുക്കുകയാണ്. വീടിൻ്റെ അകത്തേക്ക് വരുന്ന ഒരു സ്റ്റെയർ കേസ് ഉണ്ട്. ഇതും തടിയും കൊണ്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതിനെ ക്ലിയർ അടിച്ച് അതിൻ്റെ ഒരു കാലപ്പഴക്കം ചെന്നതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ അതും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മുകളിലെ ഡോറുകൾ നമുക്ക് ചെയ്യാനുള്ളതാണ്. ഇത് നമ്മൾ തേക്ക് സ്പെഷ്യൽ വെച്ചാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ വിൻഡോസ് എല്ലാം അയച്ചെടുത്താട്ടോ ചെയ്യുന്നത്. കാരണം നമ്മൾ അയച്ചെടുത്ത് വെളി വെച്ച് ചെയ്താലാണ് നമുക്ക് അതിൻ്റെ ആ ഒരു പെർഫെക്റ്റ് ഇതിൽ നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം നമുക്ക് അയച്ചെടുത്ത് വേണം പോളിഷ് ചെയ്യാനൊക്കെ ആയിട്ട്. ഈ ഡോറിൻ്റെയൊക്കെ അവസ്ഥ വളരെ മോശമാട്ടോ. അതിൻ്റെ ആ പഴയ പെയിൻറ്റ് കാര്യങ്ങളെല്ലാം പൊളിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മളെ പോളിഷിങ്ങൊക്കെ ഓരോ പോയിൻ്റ് വൈസ് ഓരോ ഇതൊക്കെ നോക്കി കറക്റ്റായിട്ട് ഇത് ഇവിടെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ജനലുകൾ കാര്യങ്ങളെല്ലാം അയച്ചെടുത്ത് ചെയ്യുമ്പം നമുക്ക് പെട്ടെന്ന് ഇത് തിരിച്ച് ഫിറ്റ് ചെയ്യാൻ പാടാണ്. അപ്പം അതുകൊണ്ട് നമ്മളിവിടെ ഷീറ്റ് വെച്ച് ഉള്ളിൽ നിന്നും വെളിയിൽ നിന്നും അടുക്കളയും അതുപോലെ തന്നെ ഹാളിൻ്റെ എല്ലാ ജനലുകൾ നമ്മൾ ഷീറ്റ് വെച്ചിട്ട് ക്ലോസ് ചെയ്തിട്ടോ നമ്മൾ ഇവിടെ വർക്ക് ചെയ്യുന്നത്. അതാകുമ്പോൾ പ്രാണികളോ അല്ലെങ്കിൽ മറ്റ് ഇഴജന്തുക്കളോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അകത്തേക്ക് പെട്ടെന്ന് കയറാതിരിക്കും. ഈ വീടിൻ്റെ ജനലും കട്ടിളയും എല്ലാം വരുന്നത് തേക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ MRFൻ്റെ വുഡ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതേ നമ്മളിവിടെ ഈ ഗ്രൂവും കാര്യങ്ങളെല്ലാം അവിടെ എടുത്ത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പഴയ പോളിഷ് നന്നായിട്ട് എടുത്ത് കളയണം. അത് എടുത്ത് കളഞ്ഞെങ്കിൽ മാത്രമാണ് നമ്മൾ പുതിയതായിട്ട് ചെയ്യുന്ന ആ ഒരു പോളിഷിൻ്റെ ആ ഒരു റിസൾട്ട് നമുക്ക് ശരിക്കും ആ ഒരു ഔട്ട്പുട്ട് കിട്ടുള്ളൂ. ഈ വീടിന് മൊത്തം 5 റൂം വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് ജനലുകൾ ഈ വീടിനുണ്ട്. അപ്പോൾ ഈ ജനലുകളെല്ലാം നമുക്ക് തേക്ക് സ്പെഷ്യൽ വെച്ച് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും നമ്മൾ ഫ്രണ്ടിലെ വർക്ക് പോളിഷിങ് തീർന്നു കഴിയുമ്പോഴാണ് നമ്മൾ ബാക്കിലെ ഈ ജനലുകളുടെ കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ അകത്ത് എമൽഷൻ്റെ വർക്കും ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ മുഷിഞ്ഞിട്ടുണ്ട്. നമുക്ക് മുകളിലോട്ട് നോക്കി കാണാം. അത്യാവശ്യം കറയും കാര്യങ്ങളൊക്കെ നമ്മുടെ സീലിങ്ങിൽ കാണാം. ഇതൊക്കെ നമ്മൾ നല്ല രീതിയിൽ പുട്ടിയിട്ട് കോട്ടിങ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഡോറ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ മുഷിഞ്ഞിട്ടുണ്ട്. അതും നമ്മൾ നല്ല രീതിയിൽ തേക്ക് സ്പെഷ്യൽ വെച്ചിട്ട് ക്ലിയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വർക്ക് ഏരിയയിലെ കബോർഡുകളും കാര്യങ്ങളെല്ലാം നമ്മൾ അതും പോളിഷ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ കാണുവാണെന്നറിയാം ഒരുപാട് ക്രാക്ക് കാര്യങ്ങളെല്ലാം ഈ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പം അതെല്ലാം ക്രാക്കുകളെല്ലാം മാറ്റിയതിന് ശേഷമാണ് നമ്മൾ എമൽഷൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇവിടെ അതുപോലെ തന്നെ ഇവിടെ കട്ടിളയ്ക്ക് ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഇത് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ അകത്തെ ആ ഒരു ലോക്ക് വിട്ടുപോയതിൻ്റെയാണ്. ഈ സൈഡിലായിട്ടും ആ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു ഗ്യാപ്പും കൂടെ സൊല്യൂഷൻ ചെയ്തിട്ടാട്ടോ നമ്മൾ ഈ ഗ്യാപ്പ് കുറയ്ക്കാനുള്ള ഒരു മെത്തേഡുണ്ട് നമ്മുടെ കയ്യിൽ. ഇതിൻ്റെ ഒരു സ്ക്രൂ വെച്ചിട്ട് നമുക്കതൊന്ന് ജോയിൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ കുറച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാം. റൂമും കാര്യങ്ങളെല്ലാം നമുക്ക് എമൽഷൻ വർക്ക് ചെയ്യാനുള്ളതാണ്. അതുപോലെ തന്നെ റൂമിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ക്രാക്കുകൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ക്രാക്കുകളെല്ലാം മാറ്റിയതിന് ശേഷമാണ് നമ്മൾ റൂമിലാണെങ്കിലും എമൽഷനും വർക്കും കാര്യങ്ങളെല്ലാം ചെയ്യാൻ പോകുന്നത്. നമ്മളെ പെയിൻറ്റിങ്ങും കാര്യങ്ങളെല്ലാം ഉള്ളിൽ എമൽഷനൊക്കെ ചെയ്തു കേട്ടോ. ചെയ്ത് കഴിഞ്ഞുള്ള ഒരു കണ്ടീഷനാണ് കാണുന്നത്. നമ്മൾ ആ ക്രാക്ക് കാര്യങ്ങളെല്ലാം മൊത്തം മാറ്റിയതിന് ശേഷമാണ് നമ്മൾ എമൽഷൻ്റെ വർക്ക് ചെയ്തത്.
അതുപോലെ തന്നെ നമ്മൾ തേക്ക് സ്പെഷ്യൽ വെച്ച് ജനലിൻ്റെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ QD അപ്പോക്സി വെച്ചിട്ടാണ് നമ്മളിനി ജനലിൻ്റെ കമ്പികളുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതാകുമ്പോൾ തുരുമ്പ കാര്യങ്ങളൊന്നും പെട്ടെന്ന് എടുക്കില്ല. കമ്പി നമുക്ക് ചെയ്യാനുള്ള കേട്ടോ, നമ്മൾ ബോർഡർ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളിവിടെ കബ്ബോർഡിൻ്റെ ഒരു വർക്കും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇടയ്ക്ക് ഒരു സ്പേസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കസ്റ്റമർ അവിടെ സാധനങ്ങൾ വെക്കാനായിട്ടൊരു ഇത് വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളതും ഇത് വെച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെളിയിലെ ജനലൊക്കെ ആണെങ്കിൽ നമ്മൾ തേക്ക് സ്പെഷ്യൽ വെച്ചിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കമ്പി കാര്യങ്ങളെല്ലാം ചെയ്ത് വരുന്നേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ജനലിൻ്റെ ബോർഡറും കാര്യങ്ങളെല്ലാം നമ്മൾ ഒരു കോട്ടാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇനിയും അടുത്ത കോട്ടുകൾ ഇനിയും ചെയ്യാനുണ്ട്. നമ്മളെ ഫ്രണ്ട് ഡോറിൻ്റെ ആ ഒരു വർക്കാണ് ഇപ്പോൾ ചെയ്ത് ഏകദേശം ഫിനിഷിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ തേക്ക് സ്പെഷ്യൽ വുഡ് കോട്ട് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും തേക്കിൻ്റെ തടി ആയതുകൊണ്ട് തന്നെ ആ ഒരു റിസൾട്ട് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. സെക്കൻഡ് റൂമിലെ എമൽഷൻ വർക്ക് കാര്യങ്ങളെല്ലാം അത് അത്യാവശ്യം ആയിട്ടുണ്ട്. നല്ല ഒരു ഫിനിഷിങ്ങിൽ ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ബാത്റൂം ഒരുപാട് മുഷിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മളിത് നല്ല രീതിയിൽ ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ സ്റ്റെപ്പിൻ്റെ വർക്കും അതുപോലെ തന്നെ മേളിൽ സീലിങ്ങിൽ തടിയുടെ കുറച്ച് പാനലിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം നമ്മളത് പേപ്പർ ഒട്ടിച്ച് അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പുട്ടി കാര്യങ്ങളെല്ലാം വെച്ച് കുറച്ച് വർക്ക് ഇതിൽ ചെയ്യാനുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ജനലെല്ലാം നമ്മൾ അയച്ചെടുത്ത് അതിൻ്റെ വർക്കുകൾ ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ്. ജനലിൻ്റെ പോളിഷിങ് വർക്കെല്ലാം കഴിഞ്ഞത് നമ്മളെല്ലാം കയറ്റി പിടിപ്പിച്ചു. അതുപോലെ തന്നെ നമ്മൾ ആ നേരത്തെ അടുക്കളയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടെന്ന് പറഞ്ഞ കേസ് നമ്മൾ അത് ബോൾട്ട് ഇട്ട് മുറുക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ആക്ച്വലി നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു ഗ്യാപ്പ് കാര്യങ്ങളെല്ലാം ഇപ്പം ഇവിടുന്ന് ശരിക്കും പറഞ്ഞാൽ മാറിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ആ ഭിത്തിയിലേക്ക് കട്ടിളയും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ആ ഗ്യാപ്പ് മാറി അതിലേക്ക് ചേർന്നിട്ടുണ്ട്. ഈ ഡോറിന് നല്ല ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നതാണ്. അതും നമ്മൾ പരമാവധി ആ ഒരു ഭിത്തിയിലേക്ക് അടുപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ ഇവിടെ ഈ ഫ്രിഡ്ജിരുന്നതിൻ്റെ സൈഡിലുള്ള കട്ടിളയിൽ നമ്മൾ കണ്ടതാണ്. നമ്മുടെ ജനലിൻ്റെയും അതുപോലെ തന്നെ വാതിലിൻ്റെയൊക്കെ പോളിഷിങ്ങിൻ്റെ പരിപാടിയൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ MRFൻ്റെ PU പോളിഷ് വെച്ചാണ് പോളിഷിങ് കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. ആ കൂടെ തന്നെ നമ്മുടെ എമൽഷൻ്റെ വർക്കും വന്നിട്ടുണ്ട് കേട്ടോ. അതും നമ്മളിപ്പം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ജനൽപ്പാളിയുടെ വർക്ക് തീർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബോർഡർ കാര്യങ്ങൾ നമുക്ക് ഇനിയും ചെയ്യാനുണ്ട്. നമ്മുടെ ഫ്രണ്ടിലെ വിൻഡോസിൻ്റെയൊക്കെ പോളിഷിങ് കഴിഞ്ഞുള്ള ആ ഒരു ലാസ്റ്റ് ഫിനിഷിംഗ് ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ ആ ഫിനിഷിങ് കാര്യങ്ങളെല്ലാം ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ ഫ്രിഡ്ജിൻ്റെ അവിടെ നേരത്തെ കണ്ട ഗ്യാപ്പ് കാര്യങ്ങളെല്ലാം നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ എമൽഷനും കൂടെ വന്നു കഴിയുമ്പോഴത്തേക്കും സംഗതി നല്ല അടിപൊളി ആയിക്കോളൂ. അതുപോലെ നമ്മൾ ഫ്രണ്ടിലെ ഡോറിൻ്റെ അയച്ചു വെച്ചിരുന്ന ഡോറ കാര്യങ്ങളെല്ലാം ഇപ്പോൾ കയറ്റി പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഫൈനൽ പോളിഷിങ്ങും ടച്ചിങ്ങും പരിപാടികളെല്ലാം കഴിഞ്ഞത് നിർത്തിയേക്കുവാണ്. നമ്മുടെ ലോക്കും കാര്യങ്ങളും ക്ലിയർ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ഒരു ഫിനിഷിങ്ങിലേക്ക് നമ്മൾ ഫ്രണ്ട് ഡോർ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിത് അടുത്ത സ്റ്റേജിലായിട്ട് വീടിൻ്റെ എമൽഷൻ വർക്കും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ എമൽഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫൗണ്ടേഷൻ ഗ്രേ ചെയ്തു. അതുപോലെ തന്നെ ഉള്ളിൽ നമ്മൾ ക്ലിയർ അടിച്ച് ആ കബോർഡ് കാര്യങ്ങളെല്ലാം മുഷിഞ്ഞിരുന്നതെല്ലാം മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റെപ്പിൻ്റെ വർക്കുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ നമ്മളെ ഡോറിന് നമ്മൾ തേക്ക് സ്പെഷ്യലിൻ്റെ വർക്കും കാര്യങ്ങളെല്ലാം ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം നല്ല ഫിനിഷിങ്ങിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഇവിടെ ആ ഗ്യാപ്പും മാറ്റി എമൽഷനും ചെയ്തത് കട്ടിളയ്ക്കും നല്ല തേക്ക് സ്പെഷ്യൽ അടിച്ചത് നമ്മൾ അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉള്ളിലെ കബോർഡുകളും കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ക്ലിയർ വെച്ചിട്ട് നമ്മൾ പോളിഷിങ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മുടെ സീലിങ്ങും കാര്യങ്ങളും നമ്മളിത് നല്ല രീതിയിൽ പോളിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ വർക്കും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല ആ ഒരു ലുക്കിലേക്ക് നല്ല ഒരു ഗ്ലേസി
ഒരു ഫിനിഷിലേക്ക് ഇതേ വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മളിത് കോംപ്ലിമെൻ്ററി ആയിട്ട് ഇവിടെ ഒരു സ്റ്റാൻഡ് കിടന്നത് അതിൻ്റെ ആ ഒരു കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാനുണ്ടായിരുന്നു. അതും ചെയ്ത് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ വർക്ക് എല്ലാം ഫിനിഷ് ചെയ്ത് കൈ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വർക്കിനുള്ള സാധനങ്ങളെല്ലാം എടുത്തിരിക്കുന്നത് തൊടുപുഴ നീതി പെയിൻറ്റ് ഷോപ്പിൽ നിന്നാണ് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ വർക്കുകളോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളെ മാജിക്കോ വിങ്സിൻ്റെ നമ്പറോ കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അതിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. നമ്മുടെ പോളിഷിങ് പെയിൻറ്റിങ് വർക്കുകളെല്ലാം നമ്മൾ ഗ്യാരണ്ടിയിലായിട്ട് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് നമ്മൾ വന്ന് സൈറ്റ് ഇൻസ്പെക്റ്റ് ചെയ്ത് നിങ്ങൾക്കൊരു കൊട്ടേഷൻ തരുന്നതായിരിക്കും. അപ്പം നമ്മുടെ മാജിക്കോ വിങ്സിൻ്റെ ആ ഒരു നമ്പറിൽ ബന്ധപ്പെടുവാണെങ്കിൽ നമ്മളെ സൈറ്റ് വന്ന് വിസിറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ.